എന്ത് ഹോംവർക്ക് കൊടുത്താലും ചെയ്യാൻ കഴിവുള്ള കേപ്പബിൾ ആയിട്ടുള്ള ഒരു റോബോട്ട് നമ്മുടെ കയ്യകലത്ത്, അതെന്ത് മാത്സ് പ്രോബ്ലം കൊടുത്താലും അല്ലെങ്കിൽ ഒരു എസ്സേ എഴുതാൻ പറഞ്ഞാലും അല്ലെങ്കിൽ സോഷ്യൽ സയൻസിലെ എന്തെങ്കിലും ഒരു ഇഷ്യൂവിനെ കുറിച്ച് നമ്മുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ പറഞ്ഞാലും എന്തും ചെയ്യാവുന്ന ഒരു റോബോട്ട് നമ്മുടെ കയ്യകലത്തുണ്ടെങ്കിലോ? വെൽക്കം ടു ദ ന്യൂ വേൾഡ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. എഡ്യൂക്കേഷൻ രംഗത്ത് വളരെ ഡിസ്ട്രപ്റ്റീവ് ആയിട്ടുള്ള ഒരു ടെക്നോളജി ആയിട്ടാണ് ഏറ്റവും പുതിയ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് മോഡൽ ആയിട്ടുള്ള ChatGPT കടന്നു വരുന്നത്. നമുക്ക് ChatGPTക്ക് 2 ചോദ്യങ്ങൾ കൊടുത്തു നോക്കാം. സോൾവ് x plus 3y equal to 24, 4x minus 10y equal to 35. ഓക്കെ, അപ്പൊ എങ്ങനെ ChatGPT ഇത് സോൾവ് ചെയ്യുന്നു നോക്കാം. ടു സോൾവ് എ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ഓർ എലിമിനേഷൻ മെത്തേഡ് രണ്ടും യൂസ് ചെയ്യാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വഴി എങ്ങനെ സോൾവ് ചെയ്യുന്ന x ഈക്വൽ ടു 24 മൈനസ് 3y എന്നൊക്കെ പറഞ്ഞിട്ട് y ഈക്വൽ ടു 61/22, x ഈക്വൽ ടു 15.682, y ഈക്വൽ ടു 2.795. അപ്പോൾ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് വളരെ കറക്റ്റ് ആയി തന്നിട്ടുണ്ട്. ഇനി മാത്സ് ഇക്വേഷൻസ് മാത്രം സോൾവ് ചെയ്യുന്നതാണോ? ഇനി നമുക്ക് ഒരു ക്രിയേറ്റീവ് റൈറ്റിംഗ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. റൈറ്റ് എ ഷോർട്ട് പോയം അബൌട്ട് ഗോഡ്സ് ഓൺ കൺട്രി കേരള എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കൊടുത്തു നോക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ റെസ്പോൺസ്, ഒരു പോയം എഴുതാൻ പറഞ്ഞാലുള്ള റെസ്പോൺസ് നമുക്ക് നോക്കാം. Where palm trees sway and black waters flow, where spices, tea and coconuts grow, and elephants roam in the misty hills with beaches of gold and sunsets that glow. നമുക്ക് tales grace എന്നൊക്കെ പറഞ്ഞിട്ട് കറക്റ്റ് റൈമിങ് ഉണ്ട് അല്ലേ? വണ്ടർ നെവർ ഫെയ്ഡ്സ് ഇൻ ഗോഡ്സ് ഓൺ കൺട്രി കേരള എറ്റേണിറ്റി അവേറ്റ്സ്. ഒരു പോയം മുഴുവനായിട്ട് ഇവിടെ കറക്റ്റായിട്ട് എഴുതാണ്. ഇത് നമുക്കൊരു സോഷ്യൽ സയൻസിനുള്ള ഒരു കാര്യം നമുക്ക് കൊടുത്തു നോക്കാം. Write a short note on effect of climate in India by Western Ghats. Okay, നീലഗിരി വെസ്റ്റേൺ ഗട്ട്സിന് എന്താണ് ഇന്ത്യൻ ക്ലൈമറ്റിലുള്ള ഒരു എഫക്റ്റ് എന്താണ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒരു ഷോർട്ട് നോട്ട് എഴുതാൻ കൊടുത്തു നോക്കാം. അപ്പോൾ വെസ്റ്റേൺ ഗട്ട്സിനും സഹ്യാദ്രി മൗണ്ടൻസ്, സഹ്യാദ്രി എങ്ങനെയാണ് ഓരോ സ്റ്റേറ്റ്സ്, ഏതൊക്കെ സ്റ്റേറ്റ്സിലാണ്, എന്തെല്ലാമാണ് അതിൻ്റെ ഒരു എഫക്റ്റ് എന്നുള്ളത്, റെയിൻഫാൾ ഉണ്ടാക്കുന്നിടത്ത്, അതേപോലെ അതിന് ഡെൻസ് ഫോറസ്റ്റ്, ബയോഡൈവേഴ്സിറ്റി, റെയിൻഫാൾ എങ്ങനെയാണ് അഗ്രികൾച്ചറിന് ഹെൽപ്ഫുൾ ആവുന്നത്, അതേപോലെ അതിനുള്ള ത്രെറ്റ്സ് എന്തെല്ലാമാണ് എന്ന് തുടങ്ങി ഒരു ഷോർട്ട് നോട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. ഇനി ഷോർട്ട് നോട്ട് നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യണമെന്ന് വിചാരിക്കാം. ക്യാൻ യു മേക്ക് ദിസ് ടു എ ഷോർട്ട് സമ്മറി എന്ന് ചോദിച്ചാൽ ഇപ്പൊ ഈ കോണ്ടെക്സ്റ്റ് വെച്ചുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്യും, അത് ഈ ഒരു ഷോർട്ട് നോട്ടിനെ സമ്മറൈസ് ചെയ്യും. ഇത്ര വലിയ ഇൻഫർമേഷൻ എനിക്ക് വേണം, എനിക്ക് കുറച്ച് മതി, എനിക്ക് കൂട്ടണം, ഒരു വലിയ എസ്സേ ആക്കണം എന്നുണ്ടെങ്കിലും ചെയ്യാം. നോക്കൂ, അപ്പൊ ഒരു വളരെ ഷോർട്ട് സമ്മറി എഴുതി. ഇങ്ങനെ എന്ത് കാര്യം കൊടുത്താലും, ഇനി നമുക്ക് എന്ത് കാര്യം കൊടുത്താലും നമുക്ക് ആവശ്യമായിട്ടുള്ള ടെക്സ്ച്വൽ ഔട്ട്പുട്ട് തരുന്ന ഒരു നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ടൂളാണ് ആക്ച്വലി OpenAIയുടെ ChatGPT എന്നുള്ളത്. ഒന്ന് നോക്കൂ, എന്ത് ചോദ്യങ്ങൾ കൊടുത്താലും, നമ്മൾ മാത്സിൽ ഒരു ചോദ്യം കൊടുത്താൽ, അല്ലെങ്കിൽ കോഡിങ്ങിന് വേണ്ടി ഒരു പ്രോബ്ലം കൊടുത്താൽ, അല്ലെങ്കിൽ ഒരു എസ്സേ എഴുതാൻ പറഞ്ഞാൽ, ഹിസ്റ്ററിയിൽ എന്തെങ്കിലും സംഭവത്തെക്കുറിച്ച് പറയാൻ പറഞ്ഞാൽ, ഒരു പേഴ്സ്പെക്റ്റീവ് പറയാൻ പറഞ്ഞാൽ, എന്ത് പറഞ്ഞാലും അതിന് വേണ്ട ഇൻഫർമേഷൻ നമുക്ക് നൽകുന്ന, അല്ലെങ്കിൽ നമുക്ക് ഏത് രീതിയിലാണോ ടെക്സ്റ്റ് വേണ്ടത്, വെറും ഒരു ഇൻഫർമേഷൻ നൽകുക എന്നതിലപ്പുറം നമുക്ക് ഏത് രീതിയിലാണോ ടെക്സ്റ്റ് വേണ്ടത് ആ രീതിയിൽ തന്നെ നൽകുകയാണ് OpenAIയുടെ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ഈ ChatGPT നമുക്ക് നൽകുന്നത്. എലോൺ മസ്കിന് വലിയ പാർട്ട്ണർഷിപ്പ് ഉള്ള സാം ആൾട്ട്മാൻ CEO ആയിട്ടുള്ള ഒരു കമ്പനിയാണ് OpenAI. ഇന്ന് ChatGPT റിലീസ് ചെയ്തതിനു ശേഷം അതിന്റെ വാല്യുവേഷൻ $29 ബില്യൺ ആണ്. പക്ഷെ ഇതോടൊപ്പം തീർച്ചയായിട്ടും നമ്മൾ ആലോചിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അല്ലേ? ഇത് ഹോംവർക്കുകളുടെ ഒരു അവസാനമാണ്. വീട്ടിലോട്ടൊരു വർക്ക് ഒരു കുട്ടിക്ക് കൊടുത്തയച്ചാൽ സ്വാഭാവികമായിട്ടും ഈ ഒരു ടൂൾ ഉപയോഗിച്ച് ഇതുവരെയുള്ള, ഇനി ഇത്തരം ടൂളുകൾ കൂടുതൽ വ്യാപകമാകാൻ പോവുകയാണ്. ഇതിനെ ചാലഞ്ച് ചെയ്തുകൊണ്ട് തന്നെ കൂടുതൽ AI ട്രെയിൻഡ് മോഡൽസ് അത് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്ങിലും അതേപോലെ വിഷ്വൽ ഇമേജ് പ്രോസസ്സിങ്ങിലും ഒക്കെ വരാൻ പോവുകയാണ് എന്നതിൽ സംശയമില്ല. സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു സ്കൂൾ രംഗത്തെ, ഒരു അക്കാഡമിക് രംഗത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഇംപ്ലിക്കേഷൻസ് ആണ് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇന്ന്
ഇന്ന് തന്നെ ന്യൂയോർക്കിലെ പല സ്കൂളുകളിലും ChatGPT ആക്സസ് നിരോധിച്ചു കഴിഞ്ഞു. കാരണം കുട്ടികളുടെ ഒരു ഒറിജിനൽ തിങ്കിങ്ങിനെ, ഇന്നോവേറ്റീവ് തിങ്കിങ്ങിനെ ഇത് തടയിടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നിരോധിച്ചത്. അപ്പോൾ ഒരു അക്കാഡമിക് സ്പേസിൽ കുട്ടികൾക്ക് ഇനി ഒരു ഹോംവർക്കിന്റെ കാര്യം അവസാനിക്കുകയാണ്. ഒരു ഹോംവർക്ക് കൊടുക്കുന്നതിൽ അല്ലെങ്കിൽ കുട്ടികളോടൊരു വർക്ക് ചെയ്ത് വരാൻ പറയുന്നതിൽ പ്രത്യേകിച്ച് ഒരു വിലയൊന്നുമില്ലാത്ത ഒരു കാലഘട്ടമാണോ വരാൻ പോകുന്നത്? ഒരു ബൈ ഹാർട്ട് ലേണിംഗിന്റെ കാലമാണോ അവസാനിക്കുന്നത് എന്ന് തീർച്ചയായിട്ടും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്ത് ചോദ്യത്തിനും ഉത്തരം നൽകുന്ന ഇത്തരം ഒരു പ്ലാറ്റ്ഫോം വരുമ്പോൾ അതിന്റെ ഒരു ഡൗൺ സൈഡും നമ്മൾ തീർച്ചയായിട്ടും ആലോചിക്കേണ്ടതുണ്ട്, അല്ലെ? AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുള്ളത് ഇവിടെ നമ്മുടെ വിരൽത്തുമ്പിൽ എത്തിക്കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട് വരുന്ന എത്തിക്കലായിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതൊരു റെസ്പോൺസിബിൾ AI സിസ്റ്റം ആണോ എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട ഒന്ന്. തീർച്ചയായിട്ടും ഒരു ഹോംവർക്ക് ചെയ്യുക എന്നതിലപ്പുറം ഒരു പ്ലേജറിസം, ഒരു ഒറിജിനൽ വർക്ക് ഇല്ലാതിരിക്കുക, ഏത് കാര്യവും കോപ്പി അടിക്കുന്ന ഒരു ചിന്താഗതി കുട്ടികളിൽ ഉണ്ടാക്കുക എന്നുള്ള രീതിയിലോട്ട് ഇത് കാര്യങ്ങൾ കൊണ്ടുപോകുമോ എന്ന് ഉള്ള ഒരു ആശങ്ക വിദ്യാഭ്യാസ വിദഗ്ധർക്കുണ്ട്. ഒരു ചീറ്റിങ്ങിനുള്ളൊരു ടൂളായിട്ട് ChatGPT അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന മറ്റു ടൂൾസിനൊക്കെ ഉപയോഗിക്കുമെന്നുള്ള ചിന്ത, ഏത് പ്രോബ്ലംസിനും ആവശ്യമായ ഉത്തരം നൽകുന്ന ഒരു ടൂളായിട്ട്. സ്വാഭാവികമായിട്ടും അതിന്റെ മറ്റൊരു ഡൗൺ സൈഡ് എന്നുള്ളത് കുട്ടികളുടെ ഒറിജിനൽ തിങ്കിങ്ങിനെ ഇത് എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ്. ഒറിജിനൽ ആയിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസിന് പകരം നമുക്ക് എപ്പോഴും എളുപ്പമുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് നമുക്ക് താല്പര്യം. അപ്പോൾ ഒരു കാര്യം ആലോചിച്ച് എഴുതുക, ആലോചിച്ച് ചിന്തിക്കുക, അതിനെ മനസ്സിലാക്കുക എന്നതിലപ്പുറം എങ്ങനെയാണ് ഏതൊരു കാര്യത്തെയും ഇപ്പോൾ നമുക്ക് വേണ്ട ഭാഷയിൽ നമുക്ക് വേണ്ട രീതിയിൽ എഴുതിത്തരുന്ന ഒരു ഈസി ആയിട്ടുള്ള മാർഗം അവിടെ ഉണ്ടാകുമ്പോൾ അതിനെ കുട്ടികൾ സ്റ്റുഡൻസ് കൂടുതൽ അവലംബിക്കാൻ തുടങ്ങുകയും സ്വാഭാവികമായിട്ടും അവരുടെ ഒരു ഒറിജിനൽ ക്രിട്ടിക്കൽ തിങ്കിനെ അത് ബാധിക്കുകയും ചെയ്യും എന്നുള്ള ഒരു ആശങ്ക മറ്റൊരു ഇടത്തുണ്ട്. ഇത് കൂടാതെയും വേറെയും പല ആശങ്കകളുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമായി കാണുന്നത് പലപ്പോഴും ChatGPT നൽകുന്നത് ഒരു ഒറ്റ പേഴ്സ്പെക്റ്റീവ് ആണ് എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വിവിധ ആംഗിളുകളിലുള്ള ആർട്ടിക്കിളും പേപ്പേഴ്സും മറ്റു കാര്യങ്ങളും എല്ലാം കിട്ടുമ്പോൾ ഇവിടെ നമ്മൾ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കുമ്പോൾ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആൻസർ ആണ് നമുക്ക് കിട്ടുന്നത്. ഈ സ്പെസിഫിക് ആയിട്ടുള്ള ആൻസർ ഒരു പക്ഷേ ഒരു രീതിയിലോട്ട് ബയസ്ഡ് ആയിരിക്കാം. ആ ഡേറ്റ എങ്ങനെ ട്രെയിൻ ചെയ്യപ്പെട്ടു എന്നതിന് അനുസരിച്ച് ഏത് തരം ഡാറ്റ കൊണ്ടാണ് ഈ ഒരു സിസ്റ്റം ട്രെയിൻ ചെയ്യപ്പെട്ടത് എന്നതിനനുസരിച്ച് ഉത്തരങ്ങൾ മാറാം. വളരെ സെക്സിസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ റേസിസ്റ്റ് ആയിട്ടുള്ള ഉത്തരങ്ങൾ ChatGPT നൽകുന്നു എന്നുള്ള ആക്ഷേപം ഇപ്പോൾ തന്നെ ChatGPTയെ കൊണ്ടുണ്ട് എന്നുള്ളത് നമുക്ക് വിസ്മരിക്കാവുന്നതില്ല. എന്ന് മാത്രമല്ല, ഗൂഗിൾ നൽകുന്ന പോലെ ഒരു മൾട്ടി ഫാസറ്റഡ് ഡാറ്റ അല്ലാതെ അല്ലെങ്കിൽ വിവിധങ്ങളായിട്ടുള്ള ഡാറ്റകളിലോട്ട് നമുക്കൊരു ചൂണ്ടുപലക നൽകുക എന്നതിലപ്പുറം ഒരൊറ്റ പേഴ്സ്പെക്റ്റീവ് മാത്രം ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു എന്നുള്ളൊരു ഡൗൺ സൈഡ് കൂടി വിദഗ്ധർ ഇതിന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല സ്കൂൾസും ഇന്ന് ChatGPT, ന്യൂയോർക്കിലും സിയാറ്റിലൊക്കെ ഉള്ള പല സ്കൂൾസും ഇന്ന് ChatGPT അവരുടെ സ്കൂൾ എൻവയോൺമെന്റ് നിരോധിച്ചു കഴിഞ്ഞു. പക്ഷെ ഇത് ആക്ച്വലി അത്രത്തോളം വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവർക്കത് സ്കൂളിൽ ഉപയോഗിക്കാൻ സാധിച്ചില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് അവർക്കത് വീട്ടിലോ അവരുടെ ഫോണുകളിലോ അവരുടെ ലാപ്ടോപ്പുകളിലോ ഉപയോഗിക്കാൻ സാധിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ഇതിനെതിരെ ഒരു ഡോർ ക്ലോസ് ചെയ്തിടുക എന്നുള്ളത് ഒരിക്കലും ഇന്നത്തെ കാലത്ത് ഒരു പ്രായോഗികമായ പരിഹാരമല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ഇപ്പോഴേ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ഒന്ന്, ഒരു റെസ്പോൺസിബിൾ AI എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത്, അതിൻ്റെ ഒരു എത്തിക്കൽ സൈഡ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത്, നമ്മളെല്ലാവരും പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാലഘട്ടത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയ ഒരുപാട് ഫേക്ക് ന്യൂസും ഒരുപാട് പ്രൊപ്പഗണ്ടകളും പ്രചരിപ്പിക്കുന്ന ഒരു കാലത്ത് സ്വാഭാവികമായിട്ടും അത്തരം പ്രൊപ്പഗണ്ടകൾ നാം ഒന്ന് വിചാരിക്കുന്നതിന് മുമ്പ് പല സ്ഥലത്തും എത്തിക്കാൻ ഇത്തരം നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ടൂൾസിന് കഴിയും എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു യൂസ് നമ്മൾ പഠിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. വളരെ ഡിസ്ട്രപ്റ്റീവ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് നമ്മുടെ മുൻപിൽ വന്നിട്ടുള്ളത്. പല രീതിയിൽ നമ്മുടെ ക്ലാസ് റൂമുകൾ ഇത് ഡിസ്ട്രപ്റ്റ് ചെയ്യുകയാണ്. കുട്ടികൾക്ക് ഇനി ഒരു ഹോംവർക്ക് കൊടുക്കുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമില്ല എന്നുള്ള രീതിയിൽ വരെ ചർച്ചകൾ വന്നു കഴിഞ്ഞു. ഇത് തീർച്ചയായിട്ടും നമ്മുടെ കാലങ്ങളായിട്ടുള്ള ഒരു അക്കാഡമിക് മോഡൽ വലിയൊരു ചേഞ്ച് ആണ് കൊണ്ടുവരാൻ പോകുന്നത്. ആ ചേഞ്ച് എന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഒരു അക്കാഡമിക് മോഡൽ എന്താണ്? നമ്മൾ ക്ലാസ് റൂമിൽ കുറെ ക്ലാസ്സസ് എടുക്കുന്നു, അത് കുട്ടികൾക്ക് ചില ഹോംവർക്സ് ആയി കൊടുക്കുന്നു, അത് കുട്ടികൾ തിരിച്ച് വീട്ടിൽ നിന്ന് ചെയ്ത് കൊണ്ടുവരുന്നു, എന്നിട്ട് എക്സാംസ് നടത്തുന്നു. ആ എക്സാംസ്
കുട്ടികൾ എഴുതുന്നു അല്ലെ. ഒരു റൈറ്റിംഗ് എന്നുള്ളത് ഒരു നാച്ചുറൽ ലാംഗ്വേജിന്റെ ഒരു എക്സ്പ്രഷൻ എന്നുള്ളത് നമ്മുടെ ഒരു അക്കാഡമിക് ലൈഫിന്റെ ക്രക്സ് ആണ്. അത് ഒന്നുകൂടി ഷിഫ്റ്റ് ചെയ്യാൻ പോവുകയാണ് എന്നാണ് ഇതുകൊണ്ട് തോന്നുന്നത്. കാരണം വീട്ടിലോട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ കൊടുത്തയക്കുക എന്നുള്ളതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ക്ലാസ് റൂമുകൾ എങ്ങനെ മാറണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു സാധ്യതയായി എടുത്തുകൊണ്ട് തന്നെ ക്ലാസ് റൂമുകൾ കൂടുതൽ ഒരു എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിന്, ആക്ടിവിറ്റി ബേസ്ഡ് ലേണിങ്ങിന്, ഒരു വർക്ക്ഷോപ്പ് ആയിട്ട്, ഒരു റിയൽ ലൈഫ് പ്രോബ്ലം സോൾവിംഗ് ആയിട്ട് മാറേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഒരു ബ്രിക്ക് ആൻഡ് മോട്ടർ ക്ലാസ് റൂം, പ്രത്യേകിച്ച് കമ്പ്യൂട്ടറിനോ അല്ലെങ്കിൽ ഇന്റർനെറ്റിനോ ഒന്നും ആക്സസ് ഇല്ലാതെ തന്നെ ഒറിജിനൽ തിങ്കിങ്ങിന് കുട്ടികളെ പ്രേരിപ്പിക്കുന്ന ഇടങ്ങളായി ക്ലാസ് റൂം മാറിയില്ലെങ്കിൽ വലിയ ദുരന്തമായിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക. കാരണം അവരുടെ ഒരു ഹോംവർക്സിലോ അവരുടെ ഒരു മറ്റ് പുറത്തുള്ള ഒരു അക്കാഡമിക് ലൈഫിലോ പലപ്പോഴും ഈ ഒറിജിനൽ തിങ്കിങ്ങിന് വിഘാതമാവുന്ന രീതിയിലാണ് ഇത്തരം ടൂൾസ് വരുന്നത്. അപ്പോൾ ഒരു കളക്റ്റീവ് സ്പേസിൽ, ക്ലാസ് റൂം പോലെ കൂടുതൽ ടീച്ചേഴ്സിനോ സ്കൂളിനോ കൺട്രോൾ ഉള്ള ഒരു സ്പേസിൽ ഈ ഒറിജിനൽ തിങ്കിങ് നിർബന്ധമായിട്ടും പ്രോത്സാഹിപ്പിക്കപ്പെടണം. മറ്റ് ആക്ടിവിറ്റീസ്, വായനയും മറ്റു കാര്യങ്ങളും, ഹോംവർക്സും മറ്റു കാര്യങ്ങളും, എല്ലാ കാര്യങ്ങളും അതെല്ലാം വീട്ടിലോട്ട് ഒതുക്കപ്പെടുകയും എന്നാൽ ആക്ച്വലി ഒരു മാത്സ് പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളത്, ഒരു റിയൽ ലൈഫ് പ്രൊജക്ട് ചെയ്യുക എന്നുള്ളത്, ഒരു എക്സ്പെരിമെന്റ് ചെയ്യുക എന്നുള്ളത് മുഴുവൻ നമ്മുടെ ക്ലാസ് റൂമിലോട്ടാണ് വരേണ്ടത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു ബ്ലെൻഡഡ് ലേണിംഗിൽ ഒരു ഫ്ലിപ്ഡ് ക്ലാസ് റൂം മോഡലിനെ കുറിച്ച് ഞാൻ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. ആ ഫ്ലിപ്ഡ് ക്ലാസ് റൂം മോഡലിന്റെ ഒരു എസെൻഷ്യാലിറ്റി കൂടിയാണ് യഥാർത്ഥത്തിൽ ഇത്തരം ടൂൾസ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. രണ്ടാമതൊരു കാര്യം, ഇത് എങ്ങനെ നമ്മുടെ ഒരു എംപ്ലോയ്മെന്റ് എക്കോസിസ്റ്റത്തിനെ ബാധിക്കുമെന്നാണ്. ഓൾറെഡി ഇത് പല രീതിയിൽ പല ജോബ്സിനെയും എഫക്ട് ചെയ്യും. കാരണം ഒരു ക്രിയേറ്റീവ് റൈറ്റിംഗ് നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു പ്രോംപ്റ്റ് കൊടുത്താൽ മതി, അത് ഓട്ടോമാറ്റിക് ആയിട്ട് ക്രിയേറ്റീവ് റൈറ്റിംഗ് ചെയ്യും. പല ക്ലറിക്കൽ ആയിട്ടുള്ള ജോബ്സും പല ടാബുലേഷൻസും സമ്മറൈസേഷൻസും ട്രാൻസ്ലേഷൻസും എന്ന് തുടങ്ങി ഈ കാര്യങ്ങളെല്ലാം ഇത് ചെയ്യും, ഇത്തരം പ്രോസസ്സസ് ചെയ്യും എന്നുള്ള ഇടത്ത് ഒരു ഹ്യൂമൻ ബീങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു ജോബ് സ്പേസിൽ, ഒരു ക്രിയേറ്റീവ് റൈറ്റിംഗിൽ, ഒരു കണ്ടന്റ് മാനേജ്മെന്റിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ക്ലറിക്കൽ പോസ്റ്റിലൊക്കെ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ അതിൽ ഒരിക്കലും ഒരു മെഷീനിന് എത്തിപ്പിടിക്കാൻ സാധ്യമല്ലാത്ത ഒരു ഹ്യൂമൻ ടച്ച് അവിടെ അവർക്ക് കൊണ്ടുവരൽ നിർബന്ധമാണ്. അപ്പോൾ വളരെ എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകളുടെ ജോലികൾ മാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്നും ബാക്കിയുള്ളവരുടെ ജോലികൾ നഷ്ടപ്പെടാനുള്ള വലിയൊരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു സാധ്യതയാണ്, ഇനി വളർന്നു വരുന്ന ഒരു തലമുറ, പ്രത്യേകിച്ച് ഇത്തരം ടൂളുകളുടെ പിൻബലത്തിൽ ജീവിക്കുന്ന ഒരു തലമുറ, അവർ എക്സ്പേർട്സ് ആയി മാറുമോ, അതല്ല അവർ ഇത്തരം ടൂൾസിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുമോ? സ്വാഭാവികമായിട്ട് ഇത്തരം ടൂൾസിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാൻ തുടങ്ങിയാൽ അവരൊരിക്കലും ഒരു എക്സ്പേർട്ട് വർക്കേഴ്സായി മാറില്ല. നേരെ മറിച്ച് ഇതിനെ ഉപയോഗിക്കാവുന്ന ചില ആളുകൾ മാത്രമായിരിക്കും മാറുക. നാളെയുടെ ഒരു എംപ്ലോയ്മെന്റ് മാർക്കറ്റിൽ അവരുടെ വില ഇടിയാനും അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാതിരിക്കാനും ഇത് സാധ്യമാകും. ഇതൊരു സാധ്യത ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സ്പേസിൽ, എംപ്ലോയ്മെന്റ് സ്പേസിൽ രണ്ടും വളരെ ഇന്റർ കണക്റ്റഡ് ആണ്. ഇതിൽ വലിയൊരു ഡിസ്ട്രപ്ഷൻ ആണ് ChatGPT പോലെയുള്ള ടൂൾസ് ആക്ച്വലി കൊണ്ടുവരാൻ പോകുന്നത്. നമ്മുടെ ലോകം വളരെ വേഗത്തിൽ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ വേഗത്തിന് നേരെ മുഖം തിരിച്ചു നിൽക്കാൻ നമുക്കൊരിക്കലും സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ലോകം മാറിക്കൊണ്ടേയിരിക്കുമ്പോൾ നമ്മളും മാറുകയും സ്വാഭാവികമായിട്ടും അത് നമ്മുടെ മുമ്പിൽ പോസ്റ്റ് ചെയ്യുന്ന വലിയ ചാലഞ്ചസ് ഉണ്ട്. ഇപ്പോൾ ഒരു റെസ്പോൺസിബിൾ യൂസ് ഓഫ് AI എന്നുള്ളത് നമ്മൾ സംസാരിച്ചു. അത് വലിയൊരു ചാലഞ്ചാണ് നമ്മുടെ മുമ്പിൽ പോസ് ചെയ്യുന്നത്. ആ ചാലഞ്ചിനെ നമ്മൾ എങ്ങനെ മറികടക്കും എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും കാതലായിട്ടുള്ള ചോദ്യം. ഇത് കേവലം ഒരു ടെക്നോളജിയുമായി മാത്രം ബന്ധപ്പെട്ട ഒരു ചോദ്യമല്ല, ഇത് എത്തിക്സുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഇത് നമ്മുടെ ഒരു സോഷ്യൽ ലൈഫുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. അതിന് നല്ല ഉത്തരങ്ങൾ കണ്ടെത്താൻ ഇപ്പോഴേ നമ്മൾ ശ്രമിച്ചില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു തലമുറയാവും നമുക്ക് കൈവിട്ടു പോവുക എന്നുള്ളത് മനസ്സിലാക്കുക. റെസ്പോൺസിബിൾ AI യൂസേജ് എന്നുള്ളത് തീർച്ചയായും നമ്മുടെ ക്ലാസ് റൂമുകളിൽ ഒരു സ്ലോഗൻ ആയിട്ട് വരേണ്ടതുണ്ട്. പുതിയ കാലത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മുടെ ക്ലാസ് റൂമുകൾക്ക് മാറാനുള്ള സമയമാണ് ഇപ്പോൾ നമ്മൾ മാറ്റത്തിന് വിധേയമായില്ലെങ്കിൽ ഒരു തലമുറയെയാണ് നമ്മൾ നഷ്ടപ്പെടുത്താൻ പോവുക. ഇനിയും ഒരു ChatGPT അല്ല, 1000 ഇത്തരം ടൂളുകൾ, അത് വീഡിയോ സ്പേസിൽ, ഇമേജ് സ്പേസിൽ, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്ങിൽ എന്ന് തുടങ്ങി സർവ്വതിലും വരാൻ പോവുകയാണ്. ആ വരവിനെ തടുത്തു നിർത്താൻ നമുക്ക് ആവില്ല. നേരെ മറിച്ച് അതിനോട് അഡാപ്റ്റ് ചെയ്യപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെ സൃഷ്ടിക്കുന്ന ഒരു സിസ്റ്റം, അതിനെക്കുറിച്ച് ഗൗരവമായിട്ട് നമ്മുടെ എഡ്യൂക്കേഷനിസ്റ്റുകളും നമ്മുടെ പാരൻസും നമ്മുടെ ടീച്ചേഴ്സും എല്ലാം ആലോചിക്കുകയും അത്തരം ഒരു സ്പേസിലോട്ട് നമ്മുടെ ചിന്തകളെ കേന്ദ്രീകരിക്കുകയും വേണം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ് അനദർ വീഡിയോ ഫ്രം അജ്മൽസ് ക്ലാസ് റൂം. ബൈ.